ഞാൻ ഡോക്ടർ അനൂപ, കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ്, PRS ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളിൽ വളരെ സാധാരണമായി കാണുകയും എന്നാൽ അതിന് ആവശ്യമുള്ള ഗൗരവം കൊടുക്കാത്തതുമായ ഒരു അസുഖത്തിനെ പറ്റിയാണ്. കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം. കുട്ടികളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഹാർഡായിട്ട് അല്ലെങ്കിൽ വളരെ കട്ടിയായിട്ടുള്ള അപ്പി പോവുക, അല്ലെങ്കിൽ അപ്പിയിടാൻ അധികമായി സ്ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ മുക്കുക. ചെറിയ കുട്ടികളിലാണെങ്കിൽ അവരെ നിന്നുകൊണ്ട് അപ്പിയിടുക, അല്ലെങ്കിൽ അപ്പിയിടണമെന്ന് തോന്നുമ്പോൾ അവർ കർട്ടൻ്റെയോ അല്ലെങ്കിൽ ടേബിളിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുക. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളിലാണെങ്കിൽ 15 മിനിറ്റിലോ അതിലേറെയോ ടൈം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യുക. ബാത്റൂമിൽ പോയി വന്നാൽ തന്നെ മോഷൻ അല്ലെങ്കിൽ അപ്പി കംപ്ലീറ്റ് ആയിട്ട് പോയില്ല എന്നവർക്ക് തോന്നുക. അണ്ടർ ഗാർമെൻറ്റ്സ് അല്ലെങ്കിൽ ഷഡിയിലൊക്കെ അപ്പി വര പോലെ പറ്റിയിരിക്കുക. ഇത്തരം ലക്ഷണങ്ങളെല്ലാം തന്നെ കുട്ടികളിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ എന്താണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ, 3 മാസത്തിലോ അതിലേറെയോ നാൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ കുട്ടികളിൽ അത് ദീർഘനാളായി ഉണ്ടാവുന്ന വേദന ഉണ്ടാക്കാം. ഈ എപ്പോഴും വരുന്ന വേദന കാരണം അവർക്ക് സ്കൂൾ മിസ്സാവാം. സ്കൂൾ മിസ്സാവുന്നത് കൊണ്ട് തന്നെ വലിയ കുട്ടികളിൽ അത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാം, വിശപ്പില്ലായ്മ ഉണ്ടാക്കാം, അതുമൂലം വളർച്ചയെ ബാധിക്കാം. ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ അസുഖത്തിനെ ഗൗരവമായി കാണണം, വേണ്ടുന്ന ചികിത്സ കൊടുക്കുകയും വേണം. അപ്പോൾ എന്താണ് നമുക്കിതിനെപ്പറ്റി ചെയ്യാൻ പറ്റുക വെച്ചാൽ, 3 മാസത്തിലോ അതിലേറെയോ കോൺസ്റ്റിപ്പേഷൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുട്ടിക്ക് ചികിത്സ കൊടുക്കേണ്ടതാണ്. അപ്പോൾ എന്താ അതിൻ്റെ ലക്ഷണങ്ങളെന്ന് ഒന്ന് നോക്കാം. വളരെ കട്ടിയായിട്ട് അല്ലെങ്കിൽ ഉറച്ച അപ്പി പോവുക, അപ്പി പോകുമ്പോൾ വേദന പറയുക, കുട്ടികൾ അല്ലെങ്കിൽ നിന്നുകൊണ്ട് അപ്പിയിടുക, പിന്നെ അതുപോലെ തന്നെ കട്ടിലിൻ്റെ അടിയിലോ കർട്ടൻ്റെ പുറയിലോ ഒക്കെ പാത്ത് പോയിരുന്നെന്ന് അപ്പിയിടുക. ഇച്ചിരിയുടെ മുതിർന്ന കുട്ടികളിലാണെങ്കിൽ 15 മിനിറ്റിലോ അതിലേറെയോ സമയം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യുക. ബാത്റൂമിൽ പോയി വന്നാൽ തന്നെ അവർക്ക് പ്രോപ്പറായിട്ട് അപ്പി പോയി എന്ന് തോന്നാതിരിക്കുക. എപ്പോഴും ബാത്റൂമിൽ പോവുക, അണ്ടർ ഗാർമെൻറ്റ്സിൽ അപ്പി വരകൾ പോലെ കാണുക. ഇതെല്ലാം തന്നെ കോൺസ്റ്റിപ്പേഷൻ ദീർഘനാളായിട്ട് കുട്ടിക്കുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിന് ചികിത്സ തേടുകയും വേണം. എന്താണ് ദീർഘനാൾ കോൺസ്റ്റിപ്പേഷൻ, അല്ലെങ്കിൽ 3 മാസത്തിലോ ഏറെയോ കോൺസ്റ്റിപ്പേഷൻ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ കുട്ടിക്ക് വരിക വെച്ചാൽ, വേദന തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുക, അതുമൂലം തന്നെ സ്കൂളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ആബ്സെൻ്റ് ആവേണ്ടി വരിക. മുതിർന്ന കുട്ടികളിലാണെങ്കിൽ ഇത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാം, വയറിന് സ്തംഭനം അല്ലെങ്കിൽ സ്തംഭനം പോലെ വരിക. ഈ കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. കുട്ടികൾക്ക് വിശപ്പില്ലായ്മ വരിക, വിശപ്പില്ലായ്മ വരുന്നത് കൊണ്ട് തന്നെ വളർച്ചക്കുറവ് വരിക. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ നമുക്ക് എന്താണ് കോൺസ്റ്റിപ്പേഷനെ പറ്റി ചെയ്യാൻ പറ്റുക? ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് 2 വിഭാഗമായിട്ടാണ് വരിക. ഒന്ന്, നമ്മൾ നമ്മുടെ കുട്ടികളിലെ ജീവിതശൈലിയിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ. രണ്ടാമത്, മരുന്നിൻ്റെ കാര്യം. ജീവിതശൈലിയിൽ വരുന്ന വ്യത്യാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ദീർഘനാളായിട്ടുള്ള മലബന്ധം ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികളിലാണെങ്കിൽ ഒരു 3-3.5 വയസ്സ് തൊട്ട് നമ്മൾ അവരെ പോട്ടി ട്രെയിൻ ചെയ്യണം. അതിനപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോട്ടി എന്ന് പറയുന്ന കുഞ്ഞ് സീറ്റ് ഉണ്ട് ചെറിയ കുട്ടികളിലാണെങ്കിൽ. അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ നമ്മൾ അവർക്കൊരു സ്റ്റെപ്പ് സ്റ്റൂളും അതിനനുസരിച്ചിട്ടുള്ള അവരുടെ ക്ലോസറ്റ് സീറ്റും വാങ്ങി വേണം കുട്ടികളെ പോട്ടി ട്രെയിൻ ചെയ്യാൻ. ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾക്ക് മോഷൻ പോകാൻ തോന്നുക ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ അവർ ഫുഡ് കഴിച്ചതിന് ശേഷം അവരെ രാവിലെ വൈകുന്നേരവും പോട്ടിയിൽ അല്ലെങ്കിൽ ക്ലോസറ്റിൽ ഇരുത്താൻ ശ്രമിക്കണം, ഒരു 10 മിനിറ്റെങ്കിലും. ആ സമയത്ത് അവർ ആദ്യമൊന്നും ഇരിക്കില്ല. നമ്മളവരെ കുറേശ്ശെ നമ്മളവർക്ക് ഇഷ്ടമുള്ള ടോയ്സോ അല്ലെങ്കിൽ കഥാപുസ്തകങ്ങളൊക്കെ കൊടുത്ത് കുറച്ചൊരു 10 മിനിറ്റ്സ് എങ്കിലും പോട്ടിയിൽ സ്പെൻഡ് ചെയ്യിപ്പിക്കണം. അതേപോലെ തന്നെ ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ അവരുടെ ഡയറ്റിൽ നല്ലോണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും പച്ചക്കറിയും പഴങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം. അത് എന്നും അവരുടെ ഡയറ്റിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ആവശ്യത്തിന് കുടിക്കണം. അതിപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ 3-4 ഗ്ലാസ്, മുതിർന്ന കുട്ടികൾ വന്നിട്ട് 6-8 ഗ്ലാസ് വെള്ളമൊക്കെ ഡെയിലി കുടിച്ചിരിക്കണം.
പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബേക്കറി സാധനങ്ങൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ബേക്കറി സാധനങ്ങളിൽ ഒരു തരത്തിലുമുള്ള പോഷകമൂല്യമില്ല, അതിൽ നാരുകളുമില്ല. അതുകൊണ്ട് അത്തരം ഫുഡുകൾ പൂർണ്ണമായിട്ടും കോൺസ്റ്റിപ്പേഷനുള്ള കുട്ടികളിൽ അവോയ്ഡ് ചെയ്യണം. എസ്പെഷ്യലി ബിസ്ക്കറ്റും ബ്രെഡും മുതലായ സാധനങ്ങൾ. അത് നാരില്ല എന്ന് മാത്രമല്ല, ഇത് കഴിച്ചു കഴിയുമ്പോൾ ഇത്തരം സാധനങ്ങൾ എപ്പോഴും കഴിക്കുമ്പോൾ കുട്ടികൾക്ക് വിശപ്പില്ലായ്മ വന്നിട്ട് പോഷകം ഉള്ള ഭക്ഷണങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യലേ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ പോവാണ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളിലാണെങ്കിൽ ഒരു ഗ്ലാസ് പാല്, വെള്ളം ചേർക്കാതെ ഒരു ഗ്ലാസ് പാല് മതി കുട്ടികൾക്ക് ഒരു ദിവസം. അതിൽ കൂടുതൽ പാല് കൊടുത്താലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏത് തരം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പഴങ്ങളാണ് നല്ലതെന്ന് പറയുകയാണെങ്കിൽ നാരുകൾ അടങ്ങിയത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പഴം, ആപ്പിൾ, മാങ്ങ, പാഷൻ ഫ്രൂട്ട് മുതലായവയിലൊക്കെ നല്ലോണം നാര് അടങ്ങിയിട്ടുണ്ട്. കൂടുതലും വാട്ടർമെലനും ഗ്രേപ്സും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതിൽ പഞ്ചസാര മാത്രമാണ് അധികമായിട്ടുള്ളൂ, അധികം ഫൈബർ ഇല്ല. പച്ചക്കറിയെ പറ്റി പറയുകയാണെങ്കിൽ നാരടങ്ങിയ പച്ചക്കറികൾ, ചീര, ക്യാരറ്റ്, കുക്കുംബർ മുതലായവയൊക്കെ നല്ലോണം നമ്മുടെ ഡയറ്റിൽ, കുട്ടികളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്താൻ പറ്റുന്നത്. ഇതിനോടൊപ്പം തന്നെ 3 മാസത്തിലോ ഏറെയോ കോൺസ്റ്റിപ്പേഷനുള്ള കുട്ടി ഉറപ്പായും ഒരു പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ പീഡിയാട്രിക് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കണ്ടിരിക്കണം. അവർ എക്സ്റേയും വേറെ സ്കാനുകൾ വേണമെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എടുക്കുകയും മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുകയും വേണം. കോൺസ്റ്റിപ്പേഷന് കുട്ടികളിൽ കൊടുക്കുന്ന മരുന്നുകൾ, ഫസ്റ്റ് ലൈനായിട്ട് കൊടുക്കുന്ന മരുന്നുകൾ വളരെ സേഫ് ആയിട്ടുള്ള മരുന്നുകളാണ്. അത് കുടലിൽ ഒരിടവും അബ്സോർബ് ചെയ്യാറില്ല. അത് കൊടുക്കുന്നത് അതേപോലെ നമ്മുടെ മോഷനിലെ അപ്പി കൂടിങ്ങ് വരികയാണ് ചെയ്യുക. അതുകൊണ്ട് ആ മരുന്നുകൾ കൊടുക്കുന്നതിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അത് കുട്ടി എങ്ങനെയാണോ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നതിനനുസരിച്ചിട്ട് കുറേശ്ശെ നമ്മൾ ടേപ്പർ ചെയ്ത് അല്ലെങ്കിൽ കുറേശ്ശെ കുറച്ച് കൊണ്ടുവന്ന് നിർത്തുകയാണ് ചെയ്യുക. ഈ അസുഖം നമുക്ക് പൂർണ്ണമായും ചികിത്സിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതത് സമയത്ത് എടുക്കുക തന്നെ വേണം. കുട്ടികളിൽ ഇതിനുള്ള മരുന്ന് സിറപ്പായിട്ടും പൗഡർ പോലെയും ഉണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളിലാണെങ്കിൽ നമ്മൾ സിറപ്പ് പോലത്തെ മരുന്നുകളാണ് കൊടുക്കുക. മുതിർന്ന കുട്ടികൾക്ക് പൗഡർ ആയിട്ടുള്ള മരുന്നാണ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റെസ്പോൺസ് മരുന്നുകളോട് കുട്ടി കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേറെ ഫർദർ ടെസ്റ്റുകൾ നമ്മൾ കുട്ടിക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈനായിട്ട് അല്ലെങ്കിൽ തുടങ്ങുന്ന ഈ മരുന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന പോലെ ഒരു റെസ്പോൺസ് കുട്ടി കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫർദർ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നത് വളരെ അനിവാര്യമാണ്. അത് കൊളോണോസ്കോപ്പി അല്ലെങ്കിൽ മലദ്വാരത്തിൽ കൂടെ ഒരു സ്കോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ കുടലിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതേപോലെ ഫർദർ സ്കാനുകൾ വേണ്ടി വരും. അതേപോലെ തന്നെ മലദ്വാരത്തിൻ്റെ അവിടത്തെ മസിലുകളുടെ പ്രവർത്തനം അസസ് ചെയ്യാനായിട്ട് ഏനോറെക്ടൽ മാനോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റും ഒക്കെ ചെയ്യുന്നത് അനിവാര്യമാണ്. അതുകൊണ്ട് 3 മാസത്തിലോ ഏറെയോ ഉള്ള കോൺസ്റ്റിപ്പേഷൻ ഉറപ്പായിട്ടും ചികിത്സിക്കേണ്ടതാണ് കുട്ടികളിൽ. അതിനൊരു പീഡിയാട്രിഷ്യൻ്റെയും പീഡിയാട്രിക് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെയും ഹെൽപ്പ് എടുക്കേണ്ടതാണ്.